ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയരെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഈ 14-ാം അധ്യായത്തിൻ്റെ തുടക്കം തന്നെ കർത്താവ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ. കർത്താവ് അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കുന്നു, ഞാൻ നിങ്ങളെ വന്ന് ചേർക്കും. ഇങ്ങനെയൊക്കെ ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞ ഒരു നല്ല കർത്താവ്. ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എന്നാൽ നമുക്കറിയാം, ക്രൂശീകരണ സമയത്ത് കർത്താവ് ക്രൂശിക്കപ്പെടുന്നു, കർത്താവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു, കർത്താവ് അടക്കപ്പെടുന്നു. ശിഷ്യന്മാരൊക്കെ ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസ് ഉൾപ്പെടെ വള്ളവും വലയും ഒക്കെ എടുത്ത് തങ്ങളുടെ വഴിക്ക് തിരിയുന്നുണ്ട്. കാരണം എന്തുവാ? തങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന യേശു ഇപ്പോൾ ഇല്ല. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വായ്മൊഴി ആകയാൽ, കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വന്ന ഒരു ദൈവവചനമാകയാൽ തിബരിയാസ് കടൽക്കരയിൽ വന്ന് പിന്നെയും പത്രോസിനെ കാണുന്നത് പോലെ, പിന്നെയും ശിഷ്യന്മാരെ കാണുന്നത് പോലെ വാതിലടച്ച് ഭയത്തോടെ അകത്തിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രിയരെ, അനാഥരായി വിടുകയില്ല എന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവ് 40-ലധികം ദിവസം ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പോയാലും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ഒന്ന് നോക്കി, ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിങ്ങളെ ഞാൻ അനാഥയാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കൈമലർത്തിയിട്ട് പോയൊരു ദൈവമല്ല, എല്ലായ്പ്പോഴും കൂടെ ഇരിക്കാൻ കർത്താവ് ഇരുന്നത് പോലെ അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ നമ്മളെ അന്ത്യം വരെ നടത്താൻ, അനാഥരല്ല എന്ന് ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് സഭയ്ക്ക് കൈമാറിയപ്പോൾ ആ നല്ല കർത്താവ് വിശ്വസ്തനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, പ്രിയരെ, വചനം നമ്മെ ബലപ്പെടുത്തുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞ നല്ല കർത്താവ് നമ്മളെ ഒരിടത്തും അനാഥയാക്കത്തില്ല. ഈ നല്ല കർത്താവിനെ അറിഞ്ഞെങ്കിൽ, ഈ കർത്താവിൻ്റെ വഴിയാണെങ്കിൽ അവസാനം വരെ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന ആ നല്ല അപ്പനെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആ നിത്യഭവനം നേടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.